കക്കയം ടൂറിസ്റ്റ് കേന്ദ്രം മനസ്സുകളെ ആകർഷിക്കുന്നത് അവിടുത്തെ വനസൗന്ദര്യം കൊണ്ട് മാത്രമാണ്. ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിനോദ കേന്ദ്രം കൂടിയാണിത്. ഒരു ഭയത്തിൻ്റെ പ്രതീകമായാണ് കക്കയം മനസ്സിൽ വരുന്നത്. ഇതൊക്കെയാണെങ്കിലും കക്കയം കാണണം. കോഴിക്കോട് ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തിയിലാണ് കക്കയം കിടക്കുന്നത്. താമരശ്ശേരി ബാലുശ്ശേരി റൂട്ടിൽ ഏതാണ്ട് മധ്യത്തിലായി ഉള്ളിയേരിമുക്ക് എന്ന ജംഗ്ഷനുണ്ട്. ഇവിടെ നിന്നും വടക്കോട്ട് പോകുന്ന റോഡാണ് കക്കയം ജംഗ്ഷനിൽ എത്തുന്നത്. കാട് അകത്തുള്ളത് കൊണ്ട് കാടകം എന്ന വാക്ക് കക്കയമായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മിനിമം ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്ന ഇടത്താവളം കക്കയത്തിനടുത്തുള്ള തലയാട് ആണ്. ഇവിടെ നിന്ന് വയലടയ്ക്കും പോകാം. കക്കയം എന്നറിയപ്പെടുന്നത് കക്കയം ജംഗ്ഷനെയാണ്. ഇതൊരു ജംഗ്ഷൻ മാത്രമാണ്. ഏതെങ്കിലും സൗകര്യങ്ങൾ ലഭിക്കാൻ പ്രയാസമാണെങ്കിലും നാമമാത്രമായ പ്രൈവറ്റ് ബസ്സുകൾ വന്നു പോകുന്നു. കക്കയം ജംഗ്ഷനിലെത്തിയാൽ കക്കയത്തെത്തി എന്ന് സമാധാനിക്കരുത്. ഇതൊരു ജനവാസ മേഖലയാണ്. പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ചുറ്റുഭാഗവും താമസിക്കുന്നു. ഇവിടെ നിന്ന് 14 കിലോമീറ്റർ ഉയരമുള്ള മലയിലേക്ക് കയറിയാലേ ദൃശ്യഭംഗിയുള്ള KSEB ഡാം സൈറ്റിലെത്തുള്ളൂ. ഒരു ഭാഗം മലഭാഗവും മറുഭാഗം അഗാധമായ ഗർത്തങ്ങളുമുള്ള ചുരത്തിന് സമാനമായ പാതയിലൂടെ ഒരു വലിയ ഭാഗം താണ്ടണം. ഒരു ഭാഗം വനത്തിനകത്തു കൂടിയുള്ള റോഡാണ്. വീതി കുറവാണ്. ഇവിടുത്തെ സുഖശീതളമായ കാലാവസ്ഥയും പച്ചിലക്കാടിൻ്റെ കാഴ്ചയും മനസ്സിന് കുളിര് നൽകുന്നു. ഏറ്റവും മുകളിലെത്തിയാൽ സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിൽ എത്തിയെന്ന് വിശ്വസിക്കാം. ഇവിടെ മനുഷ്യനും പ്രകൃതിയും കൂടി ഒരുക്കിയ കക്കയം കാണാം. കക്കയം നിഗൂഢതകൾ ഓരോന്നായി നമുക്ക് ചുരുളഴിക്കാം. ആദ്യമായി സന്ദർശകർ ആഗ്രഹിക്കുന്നത് സുരക്ഷിതമാണ്. അതിൽ കാണാത്ത കാട്, അതിൽ അക്രമികാരികളും അല്ലാത്തതുമായ കാട്ടുമൃഗങ്ങൾ, വളരെ ആഴത്തിൽ കെട്ടി നിർത്തിയ ജലം, അതിനടുത്തു കൂടിയുള്ള സഞ്ചാരം സുരക്ഷിതമായി ഒരുക്കുന്നത് 2 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും KSEB. കുറച്ച് നടക്കാനും കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും എന്താ കാണാൻ പറ്റുമോ? കക്കയത്തെ ജലാശയത്തിലേക്ക് നോക്കിയാൽ ജലത്തിൻ്റെ പരപ്പും അതിൽ ചുറ്റും പൂത്തും തളിർത്തും നിൽക്കുന്ന മരങ്ങളും അതിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും ചേർന്ന് നല്ലൊരു അന്തരീക്ഷം നൽകുന്നു. 2500 അടി സമുദ്രനിരപ്പിലാണ് നാം നിൽക്കുന്നത്. അവിടെ ഇത്രയും വലിയ ജലാശയം എങ്ങനെ വന്നു, എങ്ങോട്ട് പോകുന്നു? കൗതുകം തോന്നാം. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നാണ് വെള്ളം ഇവിടെ എത്തുന്നത്. ബാണാസുര സാഗർ അണക്കെട്ട് ഒരു വനപ്രദേശത്തല്ല. ഏറ്റവും വലിയ അണക്കെട്ട് എന്ന പേരും ഉണ്ട്. വയനാട്ടിലെ വലിയ ജലസ്രോതസ് കബനി നദിയാണ്. അതിൻ്റെ പോഷകപ്പുഴയായ കാരമൺ തോടിൽ നിന്നാണ് ജലം കിട്ടുന്നത്. അവിടെ നിന്ന് 25 കിലോമീറ്റർ ടണൽ മാർഗം കൊണ്ടുവന്നാണ് കോഴിക്കോട് ജില്ലയിലെ കക്കയത്ത് ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വെള്ളം 1 കിലോമീറ്റർ അകലെയുള്ള ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലെത്തുന്നു. അവിടെ നിന്നും 600 അടി താഴോട്ട് പതിക്കുന്നു. പിന്നീട് സമുദ്രനിരപ്പിലൂടെ ഒഴുകുന്നതിന് പകരം ഭൂമിയുടെ ഉൾഭാഗത്തു കൂടി ഒഴുകി കരിയാത്തൻപാറയിലെത്തും. കരിയാത്തൻപാറയിലെത്തുമ്പോൾ പുഴയുടെ ഒഴുക്ക് വീണ്ടും കിട്ടുന്നു. ഇവിടെ നിന്നും അതിസാഹസമായി വെള്ളത്തിലൂടെ യാത്ര ചെയ്താലേ ഉരൽക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ പതന പ്രസ്ഥാനത്തിൻ്റെ ചുറ്റുവട്ടത്ത് എത്താൻ കഴിയുകയുള്ളൂ. കരിയാത്തൻപാറയിൽ നിന്നും തോണിക്കടവിലെത്തുന്ന പുഴ അവിടെ നിന്നും പെരുവണ്ണാമൊഴിയിലെത്തുന്നു. ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും പുറപ്പെട്ട വെള്ളം പല മായാജാലങ്ങൾ കാട്ടിയാണ് പെരുവണ്ണാമൊഴിയിലെത്തുന്നത്. ഈ യാത്രയിൽ 5 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. 1 ബാണാസുര സാഗർ, 2 കക്കയം ഉരൽക്കുഴി, 3 കരിയാത്തൻപാറ, 4 തോണിക്കടവ്, 5 വയലട.
മഴ മഴക്കാലത്ത് ജലാശയങ്ങളും വെള്ളച്ചാട്ടവും അതിൻ്റെ തനതായ രൂപത്തിൽ കാണാം.
പറയാം. അത് ഞങ്ങൾ എന്നിട്ട് പറയാം. ഒരു മിനിറ്റ്. നമ്മളിപ്പോൾ കക്കയത്തെ ഉരക്കുഴി എന്ന് പറയുന്ന വളരെ അഗാധമായ ഒരു ഗർഭത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളോട് ഇവിടുത്തെ ഗൈഡ് സജു നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഇതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഏകദേശം 600 അടി താഴ്ചയുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് രാജൻ്റെ ബോഡി കൊണ്ടിരുന്ന് പറയപ്പെടുന്നുണ്ട്. രാജൻ കിടക്കത്തില്ലേ, കക്കയം ക്യാമ്പിൽ ചുറ്റുക്കുന്ന സഖാവ് രാജൻ്റെ ബോഡി ഇവിടെ കത്തിച്ചിട്ട് താഴ്ത്തിട്ട് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് വെള്ളം വീഴുന്നതിൻ്റെ ഉരല് പോലെ പൊത്തുകളായതിൻ്റെ ഉരക്കുഴി വെള്ളച്ചാട്ടം അറിയപ്പെടാൻ കാരണം 2018-19 പ്രളയത്തിൽ പോയി ഈ ഹൈറ്റിൽ വെള്ളം വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണ്ട, നേരെ പാലത്ത് നിന്ന് കാണാൻ കറക്റ്റ് വ്യൂ കാണാനായിരുന്നു. പണ്ട് കാലത്ത് ആൾ കുറഞ്ഞ സമയത്തൊന്ന് കണ്ടിട്ട് ആ മരം കണ്ടില്ലേ, ആ മരത്തെ നമ്മൾ പിടിച്ച് കണ്ടുകൊണ്ടിരുന്നത് കറക്റ്റായിട്ട് വ്യൂ കാണാം. പിന്നെ 3.5 കിലോമീറ്റർ പോയ കരിത്തുംപാറ തോടുകൾ ഇതൊക്കെ ജപ്പാൻ കൂടി വരുന്നതിന് ഉത്ഭവമാണ്. ശങ്കരം പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഡാം തുറന്നാലും വെള്ളം ഇതിലേ വരിക. ഇത് പരമാവധി വന്യജീവിയാണ്. ആന, കാട്ടുപോത്ത്, കടുവ എല്ലാം ഉള്ള സ്ഥലമാണിത്. പടിഞ്ഞാറത്ത് ബാണാസുര സാറിന് വന്ന് ഡാമിലേക്ക് വരും. ഇവിടെ 2 പെൻസ്റ്റോക്ക് പോകുന്നു. കുറ്റ്യാടി പവർ സ്റ്റേഷൻ താഴെ 5 പവർ സ്റ്റേഷനാണ് കക്കയത്തുള്ളത്. നിങ്ങൾ വരുന്ന വഴിക്ക് 2 പവർ സ്റ്റേഷൻ കാണുന്നില്ലേ, അത് 100 മെഗാവാട്ട്, 50 മെഗാവാട്ട്, 75 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം പുറന്തള്ളുന്ന വെള്ളം കൊണ്ട് വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതിന് തൊട്ടടുത്താണ് രാജന്റെ പ്രതിമ ഇരിക്കുന്നത്. രാജന്റെ പ്രതിമ ഇരിക്കുന്നത് ഈ വയനാട്ടിലല്ലേ, വയനാട്. അതും ഇതും തമ്മിൽ എത്രയോ അകലമില്ലേ? 10-20 കിലോമീറ്റർ അകലെ, 25 കിലോമീറ്റർ ബാണാസുര ടണൽ വഴിയാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. അതിൽ നിന്ന് ഓവറായിട്ട് വരുന്ന വെള്ളം ഇങ്ങോട്ട് പരമാവധി അഴിച്ചുവിടില്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഴിച്ചുവിടില്ല. ബാണാസുര അങ്ങോട്ട് വിടില്ല. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടം. ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി 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 പാറയ്ക്കെല്ലാം താഴ്ത്ത് ഉരുള് പോലെ പൊത്താതെ വെള്ളച്ചാട്ടം പേര് വരാൻ കാരണം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടി അല്ലാതെയും വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഇത് പല പല ഭാഗത്താണ് പൊന്തുന്നത്. അതിന് ഉദാഹരണം മാത്രമാണ് താഴ്ഭാഗത്തുണ്ട്, അടുത്തുനിന്ന് വലത്തോട്ട് പതുവലുണ്ട്. അങ്ങ് താഴെ പാറയുടെ മോളിക്കൂടെ അധികം വെള്ളം ഒഴി പോകുന്നില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണു പോയ ആൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പൊക്കോളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് ഇത് അറിയപ്പെടുന്നു. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന് യന്ത്രങ്ങൾ ഉയർത്തി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആളുകളെല്ലാം ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരി ആ ചാഞ്ഞ് നിൽക്കുന്ന മറ്റേ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെ കക്കയവും ഉരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴുകി പോകുന്നത് കൊണ്ടെന്ന് വെച്ചാൽ കരിയാത്തുംപാറ തോണിക്കടന്ന് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹത്തിലല്ല എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായിരുന്നു ഈ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറിയെന്ന് മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താൻ കൂടുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. ഈ പാലം ഉണ്ടായിരുന്നു. നമുക്ക് ആ പാലത്ത് നിന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാം. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം
2015 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി എന്ന് പറഞ്ഞാൽ 3 ദിവസം. പിന്നെയാണ് കമ്പിവേലിയിലിട്ട്. വേറെ പ്രത്യേകത, ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചാള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി തള്ളിയിരിക്കുന്ന പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെന്ററാണ്, റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികൾ 5 മണി വരെ മാത്രമേ നിൽക്കുള്ളൂ. 10 കിലോമീറ്റർ ഓക്കെ താങ്ക് യു.